അപ്പോൾ അതിനെക്കുറിച്ച് ഇക്കാക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റായിട്ടുള്ള മറുപടി. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന രണ്ട് പേരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെയായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. സന വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്വത ഇല്ലാത്ത തീരുമാനമാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീത്തിങ്ക് ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. സന നാട്ടിൽ പഠിക്കുന്നുണ്ട്. മോള് എൻ്റെ കൂടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള്. അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാവരും ഹാപ്പിയാണ്. സന ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഇതിനെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുറേ കാലം മറുപടി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ കുറേ ആൾ പറയും നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റൊക്കെ ഇട്ടിട്ട് റീച്ച് ആക്കിയിട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല ഇങ്ങനെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ ഭാഗം പറഞ്ഞു പോയപ്പോൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ പ്രേക്ഷകരാണ് നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്നത് എവിടെയാണ് വൈഫ്, എവിടെയാണ് മോൾ എന്നുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വിഷയം ഞാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഫാമിലി ലൈഫോ എൻ്റെ പേഴ്സണൽ ലൈഫോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കിയിട്ട് ഞാൻ തന്നെ നാണം കെടുന്ന സാഹചര്യം. ഷിഹാബ് ഉണ്ടായി ആദ്യം ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് ഇതേ കണക്ക് ഭാര്യ എന്താണ് ഒരുപാട് വീഡിയോ ഒക്കെ ഇല്ലാത്തതെന്ന് ഒരുപാട് പേര് ഇതേ കണക്ക് വന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്. അതിന് മറുപടി കൊടുക്കുന്നു എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായി ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ള രീതി. അതോടെ തന്നെ ഉണ്ടായി ഒരു മൊത്തത്തിൽ എന്തുകൊണ്ട് നടന്നതെന്നുള്ളൊരു കാര്യം ഷിഹാബ് ഉണ്ടായി പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലായിരുന്നു സംസാരിച്ചത്. ഇതേ കണക്കുണ്ടായി ആദ്യമേ തന്നെ ഉണ്ടായി ഞങ്ങളിത് റിലേഷൻഷിപ്പിൽ എൻ്റർ ആവുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇതേ കണക്കത്തുള്ള സ്നേഹം കുറയുക അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിരിയണമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറൊരു കാര്യം നോക്കി പോകണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതേ കണക്കുണ്ടായി ഷിഹാബ് പറഞ്ഞിരുന്നത്. സോ ആ കാര്യം വീഡിയോ പറഞ്ഞതിന് ശേഷം കൊണ്ട് ഇതേ കണക്ക് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ഇതേ കണക്ക് ഭാര്യ ഇട്ടിട്ട് പോയതാണ്, എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് തുറന്നു പറയാത്തതെന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് പിന്നെയും പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല, ഞങ്ങളുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എടുത്തൊരു തീരുമാനമാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഫെയിമിന് വേണ്ടി ഒരുപാട് പേര് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഫാമിലി പ്രോബ്ലം ആവട്ടെ, ഇതേ കണക്കുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആവട്ടെ എടുത്തിട്ടതിന് ശേഷം ഫെയിം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ അന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നാണ് ഷിഹാബ് പറയുന്നത്.